ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ഒരു ട്രിപ്പിന് പോകണം കേട്ടോ. ഡൽഹിക്കാണ് പോകണേ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ എയർപോർട്ടിലേക്ക് പോവാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോകാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവാം, അതായിരിക്കും നല്ലത്. നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും എയർപോർട്ടിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ബൈക്ക് കൂടെ പാർക്ക് ചെയ്യുക. എൻ്റെ ഉമ്മ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോണേ. എന്ത് ആവാണ്ടിരുന്നാൽ മതി ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഫ്ലൈറ്റിൽ കയറാം ഗൈസ്. ഞാനിത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ ഫ്ലൈറ്റ് സ്റ്റാർട്ടാകും. ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈലിൽ. ഓക്കെ, നമുക്കെന്തായാലും പോവാം ഗൈസ്. ഓക്കെ ഓക്കെ നമുക്കെന്തായാലും ഈ ഫ്ലൈറ്റിൽ കയറാം ഗൈസ്. പെട്ടെന്ന് കയറാൻ പറയുന്നുണ്ട് പൈലറ്റ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഈ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ 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 നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇത് ടേക്ക് ഓഫ് ആവാത്ത? ആവ് ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്ലൈറ്റ് അങ്ങനെ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ആദ്യം ആയിട്ട് ഞാൻ ഡൽഹിക്ക് പോവാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. ഓക്കെ, അയ്യോ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അയ്യോ, എല്ലാവരും സേഫായിട്ടിരിക്കും. ഇവിടെ പ്ലെയിൻ ക്രാഷ് ആകുമ്പോഴാണ്. അയ്യോ ഗൈസ്, ഫസ്റ്റ് ടൈം തന്നെ പ്ലെയിന് ക്രാഷ് ആവേ. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. എൻ്റെ അമ്മ, ഇപ്പോൾ ഫ്ലൈറ്റ് ക്രാഷ് ആവുമല്ലോ. അയ്യോ ഗൈസ്, ഫ്ലൈറ്റ് ക്രാഷായി. മുമ്പിൽ തന്നെ ഡൈനോസർ ഉണ്ട്. പെട്ടെന്ന് ഇറങ്ങ്. അയ്യോ, പെട്ടെന്നാവട്ടെ. അങ്ങനെ തന്നെ. അയ്യോ ഗൈസ്, നമ്മൾ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. ആ ഡൈനോസർ നമ്മളെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഓടിക്കോ ഗൈസ്. ഇവിടെ വല്ല വണ്ടിയെങ്കിലും കിട്ടിയാൽ മതി ഗൈസ്. വണ്ടി കിട്ടിയാൽ നന്നായി തന്നെ. അയ്യോ ഗൈസ്, പെട്ടെന്നൊരു വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, ഞാൻ കുറേ നേരം തിരഞ്ഞ് നടന്നാണ്. അപ്പോൾ അവിടെ എനിക്കൊരു വണ്ടി കിട്ടി ഗൈസ്. ഒരു സൈക്കിളാണ് കിട്ടിയത്. കുഴപ്പമില്ല, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. സൈക്കിളെങ്കിലും കിട്ടിയല്ലോ, അത് മതി. അയ്യോ ഗൈസ്, എവിടെയാണോ അത് പോണത്? ഗൈസ്, ഈ രക്ഷപ്പെടാനുള്ള വഴി എവിടെയാണോ? ഇവിടെയൊന്നും കാണാനില്ല ഗൈസ്. അയ്യോ, എനിക്ക് പേടിയാവണു ഗൈസ്. എൻ്റെ അമ്മച്ചി ഈ ഡൈനോസറിനെ പിടിച്ച് കടിക്കും ഗൈസ്. അതായിരിക്കും അല്ല കഴിക്കും ഗൈസ് ഡൈനോസർ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാം ഗൈസ്. അയ്യോ എൻ്റെ അമ്മ, അവിടെ ഒരു കുട്ടി ഡൈനോസർ. ഓടിക്കോ ഗൈസ്, അവിടെ ഒരു കുട്ടി ഡൈനോസർ വന്നു ഗൈസ്. നമ്മുടെ ബാക്കിൽ തന്നെ ഓടി വരുന്നുണ്ട്. ഓട് പെട്ടെന്ന് സൈക്കിൾ ചവിട്ടെ. ഈ സൈക്കിളിനാണെങ്കിൽ കുറച്ച് സ്പീഡേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. പെട്ടെന്നാവട്ടെ. പോ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവാ. അയ്യോ ഗൈസ്, ഈ സൈക്കിളിന് കുറച്ച് സ്പീഡെങ്കിലും വന്നു. നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പെട്ടെന്ന്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോവാ. ഡൈനോസർ ബാക്കിൽ തന്നെ ഉണ്ടാ? ഗൈസ്, ഈ ഡൈനോസർ ബാക്കിലില്ല. അപ്പം എന്തായാലും വൈകുന്നേരമായി, രാത്രി ആവാറായി. ഒരു കാര്യം ചെയ്യാം, രാത്രി ആവണ വരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. പെട്ടെന്ന് രാത്രി ആയാൽ മതി. അയ്യോ എൻ്റെ അമ്മ. ഓക്കെ ഗൈസ്, ഇവിടെ രാത്രിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ഉറക്കം വന്നിട്ട് പോയി. നമുക്കൊരു കാര്യം ചെയ്യാം, കിടന്ന് ഉറങ്ങുക. എനിക്ക് നല്ലത് ഗൈസ്. ഓക്കെ, കിടന്ന് ഉറങ്ങുക. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ രാവിലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ രക്ഷപ്പെടാനുള്ള വഴി ഏതാന്ന് കണ്ടുപിടിക്കുക ഗൈസ്. എൻ്റെ അമ്മ, അത് കുട്ടി ഡൈനോസറാണ്. ചെടിയാണോ അല്ലേ കുട്ടി ഡൈനോസറാ? ഗൈസ്, ഇത് ചെടിയായിരുന്നു. ഞാൻ വിചാരിച്ചത് കുട്ടി ഡൈനോസറാണെന്ന്. എൻ്റെ അമ്മ, ഇങ്ങനെയൊക്കെയോ നൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഹെൽമെറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് അയച്ചു കളഞ്ഞല്ലോ. വെറുതെ എന്തിനും ഹെൽമെറ്റൊക്കെ ഇട്ടത്? അയച്ച് കളയാ. ഓക്കെ, നമുക്ക് എന്തായാലും അയച്ചു കളയാം ഈ ഹെൽമെറ്റ്. അതായിരിക്കും നല്ലത്. ഓക്കെ ഹെൽമെറ്റ് അയച്ചു കളയുക, അതായിരിക്കും നല്ലത് ഗൈസ്. നമുക്ക് പെട്ടെന്ന് അയക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ ഹെൽമെറ്റൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ ഈ വണ്ടി കയറാം. നമ്മുടെ വണ്ടിയല്ല, വേറെ ആരെങ്കിലും സൈക്കിളാണ് ഗൈസ്. നമുക്ക് ഈ സൈക്കിളെങ്കിലും കിട്ടിയല്ലോ, അത് മതി. അയ്യോ, ഞാൻ ഇവിടെ മരത്തിലിടിച്ചു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഗൈസ്. ഗൈസ്, ഇവിടെ എവിടെയാണാവോ ഗൈസ് വഴി? എവിടെയാണ് ഗൈസ് വഴി? നമുക്ക് വഴി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് പുറത്ത് പോയി കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ അമ്മ, ഇതെവിടെയാണ് ഗൈസ് വഴി? അവിടെ ഒരു കുട്ടി ഡൈനോസർ ഉണ്ട്. ഓടിക്കോ എൻ്റെ അമ്മ. നിങ്ങളെല്ലാവരും ആ ഡൈനോസറിനെ കണ്ടു വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പോണത്. ഫസ്റ്റ് ടൈമിൽ ഫ്ലൈറ്റ് കയറിയപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ അൺലക്കും കിട്ടി. എൻ്റെ അമ്മ, പെട്ടെന്ന് രക്ഷപ്പെടാം ഗൈസ്. അതാണോ വഴി?
ഇത് വഴിയല്ലേ പുറത്തേക്ക് പോകാനുള്ളത്? ഇതാണോ വഴി? ഇതാണ് തോന്നുന്നു കേട്ടാ ഗൈസ്. നമുക്കങ്ങനെ വഴി കിട്ടി. ഇതിലൊക്കെ ആവട്ടെ. ഓക്കെ, നമുക്കെന്തായാലും ഇതിന് പുറത്ത് പോവാം. വാതിൽ തുറക്ക് ഗൈസ്. നമ്മുടെ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയോ നമ്മൾ ചാടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ റാമ്പൊക്കെ ചാടിയിട്ട് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് റാമ്പൊക്കെ ഇങ്ങനെ ചാടാം ഗൈസ്. ഓക്കെ, നമ്മൾ ചാടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഹെൽമെറ്റൊക്കെ ഇടാം ഗൈസ്, അതായിരിക്കും നല്ലത്. ഗൈസ്, ഇവിടെ ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റാമ്പ് ചാടുകയാണെങ്കിൽ വെറുതെ തലയൊന്നും തട്ടില്ല ഗൈസ്, അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കെന്തായാലും പോവാം. നമുക്ക് നല്ല സ്പീഡിൽ പോവാം. അയ്യോ, അതെന്തോ എനിക്ക് സൈക്കിള് ഒന്ന് തിരിക്കാനൊന്നും പറ്റണില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ, എൻ്റെ അമ്മ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഗൈസ്. ഇത് പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ. നമ്മുടെ പഴയ വീടാണ് ഫ്രണ്ടിൻ്റെ വീട്. ഞാൻ പുതിയ വീട് വാങ്ങിച്ചപ്പോൾ അവനായി വീട് കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഫ്രണ്ടിൻ്റെ വീടില്ലേ, അവിടെ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ വരാം ഗൈസ്. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം, അതായിരിക്കും നല്ലത്. ഞാൻ പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് വരാം ഗൈസ്. ഓക്കെ, പെട്ടെന്ന് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോവാം ഗൈസ്. എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെയോ ജുറാസിക് പാർക്കിൻ്റെ നിന്ന് രക്ഷപ്പെട്ടാണ്. ഇതിലൊക്കെ ആവട്ടെ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക ഗൈസ്. ഓക്കെ, പെട്ടെന്ന് പോവാ. എൻ്റെ അമ്മ ഇങ്ങനൊരു ജീവിതം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ ജുറാസിക് പാർക്കിൻ്റെ ഉള്ളിൽ പെട്ടു. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഗൈസ്. ഡൈനോസറിൻ്റെ നിന്ന് കടി കൊള്ളേണ്ടതായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ ഈ സൈക്കിൾ കിട്ടിയതുകൊണ്ടാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടത്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബൈക്ക് എടുത്തിട്ട് പോവാം ഗൈസ്. ഇവിടെ തന്നെ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പുതിയ ഫ്ലൈറ്റ് വന്നു അപ്പോഴേക്കും. അതെന്താണോ ഗൈസ്. ഇനി ഞാൻ ഫ്ലൈറ്റിൽ കയറില്ല ജീവിതത്തിൽ. ഫ്ലൈറ്റ് കയറി എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമ്മുടെ വീട്ടിൽ പോവാ ഗൈസ്. എൻ്റെ അമ്മ പെട്ടെന്ന് പോവാ, ഇത് നല്ലത്. നമ്മളങ്ങനെയൊക്കെ നമ്മുടെ KTM ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. KTM എൻ്റെ ഫേവറേറ്റ് ബൈക്കാണ്, നിങ്ങൾ എല്ലാ വീഡിയോയിലും കാണും. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും നമ്മുടെ വീട്ടിൽ പോവാം. കുറച്ച് നേരം ഇരിക്കുക ഗൈസ്. നമ്മുടെ മഹീന്ദ്ര താർ എവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നാണ് ഗൈസ് ഞാൻ ഈ വണ്ടി എടുത്തത്, അതുകൊണ്ട് നമുക്ക് നാളെ കറങ്ങാൻ പോയാൽ മതി. ഇന്ന് നമുക്ക് KTM എടുത്ത് കുറച്ച് നേരം എടുത്തു ഗൈസ്. ഡൈനോസർ പാർക്കിൻ്റെ പെട്ടു. ഓക്കെ ഗൈസ്, ബൈ.